ഐടി ട്രെയിനിംഗ് രംഗത്ത് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇന്ന് വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുകയാണ്. ചെന്നൈയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും കമ്പ്യൂട്ടറിൽ ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ച് നാട്ടിലെത്തിയ മെഹറൂഫ് ഐ മണലോടി കൊൽക്കത്തയിൽ നിന്നും നിയന്ത്രിക്കുന്നതും ഉത്തരവാദിത്വം ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്ഥാപനത്തിന്റെ ഒരു ഫ്രാഞ്ചൈസി ഏറ്റെടുത്തെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട നിയന്ത്രണ അധികാരമുള്ള കേന്ദ്രങ്ങളിൽ നിന്നുപോലും നിരുത്തരവാദിത്വ പ്രവർത്തനങ്ങൾ ഉണ്ടായതോടെ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ ഈ ചെറുപ്പക്കാരന് അതീവ വേദന തോന്നിയതിലൂടെ ഉണ്ടായ വാശിയാണ് ജിടെക് എന്ന മഹാപ്രസ്ഥാനം ഉടലെടുക്കുവാൻ കാരണമായത്. 2001 ഫെബ്രുവരി 10 ഗ്ലോസ് ഓഫ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രൂപം കൊടുത്ത് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾക്കും ജിടെക്കിന്റെ ഫ്രാഞ്ചൈസികൾ നൽകിയതോടെ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ കാലം ആരംഭിച്ചു. 2002 ജിടെക് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ഫ്രാഞ്ചൈസി രാജകുമാരി കേന്ദ്രമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആദ്യമായി ഹൈറേഞ്ചിലെത്തിയ പൂർണ്ണ ഐടി ട്രെയിനിംഗ് സെന്ററായി മാറിയ ജിടെക്കിനെ ഹൈറേഞ്ച് നിവാസികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ശാന്തൻപാറ സ്വദേശി കാട്ടാറുകുടിയിൽ നോബി കെ സുദർശനാണ് ജിടെക് എന്ന മഹാപ്രസ്ഥാനത്തെ ഇടുക്കിയിൽ എത്തിച്ചത്. ജിടെക്കിനെ സംബന്ധിച്ചിടത്തോളം ജിടെക് പ്രവർത്തനം ആരംഭിച്ചത് 2001 2001 കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഏകദേശം 14 സെന്ററുകളാണ് ജിടെക്കിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഈ 2010 ആയപ്പോൾ എത്തി നിൽക്കുന്നത് 460ഓളം സെന്ററുകളിലാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. കോഴിക്കോടും മലപ്പുറത്തുമായിട്ടുള്ള കുറേ ചെറിയ സെൻറ്റേഴ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഏകദേശം 460ഓളം സെൻറ്ററുകളിൽ എത്തി നിൽക്കുന്ന ജിടെക്. ഇത് തന്നെയാണ് ജിടെക്കിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള 9 വർഷങ്ങൾക്കിടയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് അതിന് ജിടെക്കിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. രാജകുമാരിയിൽ 2002 ആരംഭിച്ച സെന്ററിൽ നിന്നും ജിടെക് ഇടുക്കി ജില്ലയിൽ 2005 വളർന്നു പന്തലിച്ചു. ഇപ്പോൾ 13 സെന്ററുകൾ ഇടുക്കി ജില്ലയിൽ ഉണ്ട്. ഓരോ വർഷവും 10,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 180-ലധികം ജീവനക്കാർ ഇടുക്കി ജില്ലയിൽ ജിടെക്കിൽ ജോലി ചെയ്തു വരുന്നു. ജിടെക്കിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്നതും ജോലി ആവശ്യമായി വരുന്നവർക്കെല്ലാം ജിടെക് ജോലി നൽകുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അടിമാലിയിലെ സെന്ററിൽ നിന്നും പ്രതിവർഷം 1200-ലധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്നു. പഠനം പൂർത്തീകരിക്കുന്നവർക്ക് ആവശ്യമായ ട്രെയിനിംഗ് സൌകര്യവും ജിടെക് നൽകുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇടുക്കി ഏരിയ ഡയറക്ടറായ നോബി കെ സുദർശനാണ് ജിടെക്കിനെ ഇടുക്കിയിൽ നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വളർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിടെക് ഇപ്പോൾ 2001 സ്റ്റാർട്ട് ചെയ്തു. 2005 വരെ എത്തേണ്ടി വന്നു ആദ്യമായിട്ട് ജിടെക്കിൻ്റെ ഇന്റർനാഷണൽ അവാർഡ് കിട്ടാനായിട്ട്. ആ നിലയിൽ നിന്ന് ഇപ്പോൾ എല്ലാ വർഷവും വർഷാവർഷം 10 അതിന് മുകളിലുള്ള അവാർഡുകൾ, ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നെറ്റ്വർക്കായിട്ട് ജിടെക് മാറിയിട്ടുണ്ട്. ഇത്രയും കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിനകത്തേക്ക് വരാൻ, 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ജിടെക്കിൻ്റെ എല്ലാ സെന്ററുകളും പുലർത്തുന്ന ക്വാളിറ്റി തന്നെയാണ്. അത് ഒരേ രീതിയിൽ തന്നെയാണ് മിക്കവാറുമുള്ള എല്ലാ സെന്ററുകളിലും പോകുന്നത്. ജിടെക് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ജിടെക് നമ്പർ 1 ആണ്. ഹൈറേഞ്ച് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഐടി വിദ്യാഭ്യാസം അന്യമായി നിന്ന കാലത്താണ് ജിടെക്കിന്റെ വരവ്. ഇത് ഹൈറേഞ്ച് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവ് പകർന്നു എന്ന് പറയുന്നതിന് തെറ്റില്ല. ഇപ്പോൾ ജിടെക്കിന്റെ നെറുകയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി എത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഏർപ്പെടുത്തിയ ഐടി എക്സലൻസ് അവാർഡിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ജിടെക് മാനേജിംഗ് ഡയറക്ടറായ മെഹറൂഫ് ഐ മണലോടിയെ തേടിയെത്തി. കഴിഞ്ഞ നവംബർ 25-നാണ് ഈ മഹത്തായ അംഗീകാരം ജിടെക്കിനെ തേടിയെത്തിയത്. 2001 കോഴിക്കോട് തുടക്കം കുറിച്ച ജിടെക് ഇപ്പോൾ 8ഓളം രാജ്യങ്ങളിലായി 400ഓളം ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. ഈ ചുരുങ്ങിയ കാലയളവിൽ 8 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികളെ ഐടി വിദ്യാഭ്യാസത്തിലെത്തിക്കാൻ ജിടെക്കിന് കഴിഞ്ഞു. 2007 ലഭിച്ച ഗാന്ധി ഐടി പുരസ്കാരവും 2008 ലഭിച്ച രാജീവ് ഗാന്ധി അവാർഡും മെഹറൂഫ് ഐ മണലോടിയുടെ പ്രവർത്തന നേട്ടങ്ങളുടെ അംഗീകാരമാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഐടി എക്സലൻസ് അവാർഡ് നേടിയ മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് ഐ മണലോടിക്ക് ഈ മാസം 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വീകരണം നൽകും. ലോകത്തിന് തന്നെ മാതൃകയായ മെഹറൂഫിനെ കാണാൻ അന്നേ ദിവസം ആയിരങ്ങൾ അടിമാലിയിലേക്ക് ഒഴുകിയെത്തും.